സ്ക്രീൻ കാണാം, ബനായ കാണാം. Greetings to you all in the precious name of our Lord and Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. I thank God for one more opportunity that He has given, that we could gather in His presence like this. കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാൻ ഒരു അവസരം കൂടെ ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Where 2 or 3 are gathered together in my name, there I am in the midst of them. 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോഴൊക്കെയും ഞാൻ അവരുടെ മധ്യേ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. And it is so sad to say that when the Lord Jesus is in this assembly hall right now, none of the people of God are there here. ഈ സഭാ ഹാളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ വേറെ ആരുടെയും സാന്നിധ്യം ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. It is something that we as an assembly really need to think about as individual believers. വ്യക്തിപരമായി വിശ്വാസികളായ നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. I will close a bit early today. അല്പം നേരത്തെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Because it is very discouraging to see that there is nobody in the assembly hall. കാരണം അസംബ്ലി ഹാളിൽ ആരും ഇല്ല എന്നുള്ളത് വളരെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യമാണ്. Anyway, we are doing this not for ourselves, but we are doing it for the Lord, and I take my encouragement in that. എന്നാൽ കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും ചെയ്യുന്നതുകൊണ്ട് അതിൽ ഞാൻ ഉത്സാഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിലേക്ക് കിടക്കട്ടെ. We have been studying from the Song of Songs. ഉത്തമഗീതങ്ങൾ നാം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. We have been looking at Song of Songs, starting from verse 5 and chapter 5 and verse 2. We have entered into the fourth idyll. 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വന്നപ്പോഴത്തേക്ക് 4-ാമത്തെ ചെറിയ കാവ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇഡിലിലേക്ക് നാം പ്രവേശിച്ചു. And if you would notice on the screen, initially I had said that it would be till chapter 6 and verse 3. എന്നാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ഈ 4-ാമത്തെ ഇഡിൽ 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെ നീളുന്നതാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചിരുന്നു. And that is how you will find in many Bibles that is already divided this into sections. പ്രത്യേകമായ സെക്ഷനായി തിരിച്ചിരിക്കുന്ന ചില ഭാഗങ്ങളിൽ അങ്ങനെയാണ്. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെയാണ് 4-ാമത്തെ ചെറിയ കാവ്യം ഉൾപ്പെട്ടു നിൽക്കുന്നത്. But when I further studied this thing, I feel and I did some references also, I feel that the fourth idyll actually ends in chapter 6 and verse 10. എന്നാൽ ഞാൻ chapter 6 and verse 3. ഞാൻ കുറച്ചുകൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ള റെഫറൻസുകൾ നോക്കിയപ്പോൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം കൊണ്ടാണ് 4-ാമത്തെ ചെറിയ കാവ്യം അവസാനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമല്ല. However, all of this is man-made distinctions. So we are all, as people of God, as the Spirit of God leads you, you're free to choose how you want to divide that. ഇതിലെ മനുഷ്യനിർമ്മിതമായ ഡിസ്റ്റിങ്ഷനുകൾ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം വ്യക്തിപരമായ പഠന രീതിയിലനുസരിച്ച് നിങ്ങൾക്ക് ആ ഇടലുകളെ നിങ്ങൾക്ക് അതിനെ രൂപീകരിക്കാം. So for now, for this study, we are actually going to consider the fourth idyll till chapter 6 and verse 10. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വരെയുള്ള ആ 4-ാമത്തെ ഇഡിൽ നാം ഒന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. From chapter 5 onwards, when we started this, we saw that there had been a breakup of the communion between the beloved and the bride. 3-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ 5-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ മണവാട്ടിയും മണവാളനും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. So last week we entered into chapter 6 where we find that she has gained her beloved. The communion has been restored once again, and we ended it by saying, I am my beloved's and my beloved is mine. He feedeth among the lilies. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മണവാട്ടി മണവാളനുമായി ഒന്നിച്ച് ചേരുകയും മണവാളന് തിരികെ ലഭിക്കുകയും ചെയ്യുന്ന സന്തോഷം 3-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. Then we started verse 4 and we looked at verse 4, and that is where we stopped last week. അതിനുശേഷം 4-ാം വാക്യത്തിൽ നാം ചിന്തിക്കുകയും അവിടെയാണ് നാം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിക്കുകയും ചെയ്തത്. After the bride has gone astray and returned,
what is the first thing that the beloved tells to her? മണവാട്ടി ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മടങ്ങി വരുമ്പോൾ പുനഃസ്ഥാപിക്കുവാനായി തിരികെ കടന്നു വരുമ്പോൾ മണവാളൻ മണവാട്ടിയോട് പറയുന്ന ആദ്യത്തെ കാര്യം എന്താണ്? We saw last week that the first thing that he tells her bride is not a word of reproof, it's not a word of scolding, but what he tells his bride is, "You are beautiful, my love." Verse 4. അവിടെ താൻ തന്നെ ശാസിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തല്ല. താൻ ആ 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മണവാളൻ ആദ്യം പറയുന്ന കാര്യം തന്റെ സൗന്ദര്യം താൻ അവിടെ വിവരിക്കുകയും അതിന് ആസ്വദിക്കുകയും ചെയ്യുന്നു. We saw last week that we see a contrast between the bride's fluctuating love and the beloved's constant love. കഴിഞ്ഞ അധ്യായങ്ങളിൽ ചിന്തിച്ചതുപോലെ മണവാട്ടിയുടെ പല തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങളും മണവാളന്റെ വളരെ സ്ഥിരമായുള്ള തന്റെ സ്നേഹപ്രകടനവും മണവാളന്റേതായ വാത്സല്യവും. God demonstrates his love towards us, that while we were still sinners, he died for us. He could love us at our worst state, and therefore he freely continues to love us even when we go far away from him and then come back. ദൈവമോ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് അവൻ നമ്മോടുള്ള സ്നേഹം നാം പാപികളായിരുന്നപ്പോൾ തന്നെ പ്രദർശിപ്പിച്ചു. നമ്മുടെ പ്രതികരണം എന്തൊക്കെയായിക്കൊള്ളട്ടെ, ഏതൊക്കെ തലത്തിലായിക്കൊള്ളട്ടെ, ദൈവം തന്റെ ആ സ്നേഹപ്രകടനത്തിൽ താൻ സ്ഥിരത പൂണ്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ്. Therefore the beloved says, when she comes back to him, "You are beautiful, my love." അതുകൊണ്ട് മണവാട്ടി മണവാളന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ മണവാളൻ പറയുന്നത്, "നീ സൗന്ദര്യമുള്ളവൾ." Then we saw that she says, "You are beautiful, O my love," verse 4, "as Tirzah and comely as Jerusalem, terrible as an army with banners." തിർസയെ പോലെ സൗന്ദര്യമുള്ളവളും യെരൂശലേമിലെ പോലെ മനോഹരവും കൊടികളിലെ കൂടിയ സൈന്യം പോലെ ഭയങ്കരവും. We saw that Tirzah and Jerusalem were two very lovely cities, and together they paint a picture of beauty and royalty and holiness and security and things like that. നമുക്കറിയാം, തിർസയും യെരൂശലേം പട്ടണങ്ങളും സൗന്ദര്യത്തെ കാണിക്കുന്നു, രാജ്യത്വവും തേജസ്സും വിശുദ്ധിയും ഒക്കെ കാണിക്കുന്ന ഒരു പട്ടണത്തിന്റെ ചിത്രമാണ് അവിടെ മണവാളൻ മണവാട്ടിക്ക് നൽകുന്നത്. And the king or the beloved is actually telling her, "You, my love, are still an embodiment of all that to me." അതുകൊണ്ട് മണവാട്ടി മടങ്ങി വരുമ്പോൾ പോലും മണവാളൻ പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം നീ തിർസയെ പോലും യെരൂശലേമിനെ പോലും സൗന്ദര്യവും രാജ്യത്വവും വിശുദ്ധിയും സംരക്ഷണവുമുള്ള ഒരു വ്യക്തിത്വമാണ്. And just as it was with the beloved and his bride, today it is with the beloved and his bride, the church. അതുകൊണ്ട് ഇവിടെയുള്ള ഉത്തമഗീതമുള്ള മണവാട്ടിയും മണവാളന്റെയും ഈ ബന്ധം തന്നെയാണ് ഇന്ന് കൃപായുഗത്തിൽ കർത്താവും സഭയും മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. No matter how many times we go far away from him, he still welcomes us, we saw last week, with open arms, and he still tells us, "You are my love." നാം എന്തുമാത്രം തവണ കർത്താവിനെ നിരസിച്ച് മടങ്ങി നാം കടന്നുപോയെന്ന് പറഞ്ഞാലും തുറന്ന കരങ്ങൾ കൊണ്ട് നമ്മളെ സ്വീകരിച്ച് നമ്മോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കർത്താവ്. Then also we looked at the phrase "terrible as an army with banners." നാം പിന്നീട് ശ്രദ്ധിച്ചൊരു പദമാണ് കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരം. Terrible as an army with banner does not speak of something negative, but it speaks of the awesomeness of or the dreadfulness of her beauty. അവിടെ ആ മണവാട്ടിയുടെ ഭയാനകത്വം അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഭീതിയുടെ വാക്കുകളല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. തന്റെ സൗന്ദര്യം ബിഹോൾഡ് ചെയ്യാൻ അത്ര ഭയങ്കരമാണ്, അത്ര മനോഹരമാണ്. അത് ഒരു മനുഷ്യനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭയങ്കരത്വം ഫീൽ ചെയ്യിപ്പിക്കുന്ന സൗന്ദര്യമാണ് മണവാട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് മണവാളൻ അവിടെ പറയുന്നത്. And then in verse 5 she says, "Turn away thine eyes from me, for they have overcome me." നിന്റെ കണ്ണ് എന്നിൽ നിന്ന് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. The dove's eyes we saw last week can overcome the eyes of the lion of the tribe of Judah. യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന കണ്ണുകളാണ് പ്രാവിൻ കണ്ണുകൾ.
how much we need to use those eyes to get our business done with heaven. അതുകൊണ്ട് സ്വർഗവുമായുള്ള നമ്മുടെ ഇടപാടുകൾ തീർപ്പുവരുത്തേന്, കാര്യങ്ങൾ നിവർത്തിക്കേണ്ടതിന് ആ കണ്ണുകൾ സ്വാധീനം ചെലുത്തേണ്ടത് എത്രയോ ആവശ്യകതയാണ്. That is why Paul said, when I am weak, then I am strong. The dove is the most helpless of all birds, but when she looks at him with her eyes, he is captivated by it. പൗലോസ് പറയുന്ന പോലെ ഞാൻ ക്ഷീണിതനെങ്കിലും ക്രിസ്തുവിൽ ശക്തിമാനാണ്. അതുകൊണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങൾ, വളരെ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ആ പ്രാവിൻ കുഞ്ഞുങ്ങൾ, പ്രാവുകൾക്ക് അവരുടെ കണ്ണുകൾ സ്വർഗത്തേക്ക് തിരിക്കുമ്പോൾ, മണവാളന്റെ നേരെ തിരിക്കുമ്പോൾ ആ മണവാളന്റെ ഹൃദയത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ശക്തി പ്രാവിൻ കണ്ണുകൾക്കുണ്ട്. That is where we stopped last week. അവിടെ വെച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ച. And then we see the second part of verse 5. Thy hair is as a flock of goats that appear from Gilead. Thy teeth are as a flock of sheep which go up from the washing, whereof everyone beareth twins. There is not one barren among them. As a piece of pomegranate are thy temples within thy locks. 5 to verse 7. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, നിന്റെ കണ്ണ് തിരിക്കുക, അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. നിന്റെ പല്ല് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ കണ്ണം പോലെ ഇരിക്കുന്നു. 7 വാക്യം വരെ. So what we see is a repetition of what he had said to her in chapter 4. 4-ാം അധ്യായത്തിൽ മണവാട്ടിയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ മണവാളന്റെ ഭാഷയിൽ ഇവിടെയും കയറി വരുന്നു. He is repeating that same thing that he said to her bride in chapter 4. 4-ാം അധ്യായത്തിൽ മണവാട്ടിയോട് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നത്. You see, the hair, the teeth, the temples, all of them is said in chapter 4, verse 1, 2, and 3. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ഇവിടെ താൻ അവിടുത്തെ സൗന്ദര്യം വിവരിക്കുന്നത്. Basically, what he means to say is, my love for you has not changed at all. As it was then, so it is even today. അതിന്റെ സാരാംശം എന്ന് പറയുന്നത്, അന്ന് എനിക്കുണ്ടായിരുന്ന അതേ സ്നേഹം ഇന്നും എനിക്ക് നിന്നോടുണ്ട്. What a wonderful observation that is to make, that Christ's love towards his church is forever unchanging. കർത്താവിന്റെ സ്നേഹം തന്റെ സഭയോട് ഒരു കാലഘട്ടത്തിലും ഒരു വ്യതിയാനവും വരുത്തുന്നില്ല. That is something because of which we are alive today. അതുകൊണ്ടാണ് നാം ജീവനോടെ നിലനിൽക്കുന്നത്. If we consider the failures of our assembly, the failures of all the churches throughout history, oh, how much dreadful would have been the punishment if he had acted as he acted in the Old Testament. പഴയ നിയമത്തിൽ ദൈവം പെരുമാറിയതുപോലെ തന്നെ തന്റെ സ്വഭാവം, ന്യായവിധിയുടെ സ്വഭാവം ഈ കാലഘട്ടങ്ങളിൽ സഭയുടെ പരാജയങ്ങളെ സംബന്ധിച്ച് ദൈവം എടുത്തിരുന്നെങ്കിൽ നാം ഒക്കെ എത്രമാത്രം സമയങ്ങൾ ദഹിച്ചു പോകേണ്ടതായിരുന്നു. Oh, but Christ's love towards the church is so powerful. As it was then, so it is now. It is forever unchanging. അന്ന് കർത്താവിന് നമ്മോടുണ്ടായിരുന്ന അതേ സ്നേഹം ഇന്നും അതുപോലെ നിലനിൽക്കുകയും നാളെയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ധന്യകരമായ കാര്യമാണ്. Like the beloved does, he assures the bride again and again that he still loves her. മണവാളൻ മണവാട്ടിയെ പ്രോത്സാഹിപ്പിച്ച് ഉറപ്പിക്കുന്നത് പോലെ, നിന്നോടുള്ള എന്റെ സ്നേഹത്തിന് വ്യതിയാനമില്ല, മാറ്റമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുന്നു. We also observe that the truth needs to be repeated again and again. വീണ്ടും നാം ശ്രദ്ധിക്കുന്നത് ആ സത്യം വീണ്ടും ആവർത്തിക്കേണ്ടത് അവിടുത്തെ ഒരു അനിവാര്യതയാണ്. That is why he repeats what he said before. He repeats it to her again. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ താൻ അത് പറയുകയും 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. Believers need to be repeated again and again of what they have in Christ. ക്രിസ്തുവിൽ വിശ്വാസിക്കുള്ള സകല സമ്പത്തും ആവർത്തിച്ച് പറയേണ്ടതാകുന്നു. Paul said in Philippians to stir up your minds by way of remembrance. നിങ്ങളുടെ ബുദ്ധികളെ ഓർമ്മ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുക. We should give heed to the things we have heard, otherwise we will let them slip. നാം കേട്ട കാര്യങ്ങളോട് പ്രതികരിക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് കടന്നു പോകും. We need to really remember again and again.
What is the ministry of the Holy Spirit in the world today? പരിശുദ്ധാത്മാവിന് ഈ ഭൂമിയിൽ ഈ കാലഘട്ടങ്ങളിലുള്ള ശുശ്രൂഷ എന്താണ്? John chapter 14 and verse 26, the Lord Jesus, speaking about the comforter that is to come, he said like this, John 14 and 26, but the comforter, which is the Holy Ghost, whom the Father will send in my name, he shall teach you all things and bring all things to your remembrance, whatsoever I have said to you. 14-ാം അധ്യായം 26-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം. പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. So if the believers want to walk according to their calling, വിശ്വാസികൾക്ക് അവരുടെ വിളിക്കത്തവണ്ണം നടക്കണമെങ്കിൽ, if the believers' characters should be exemplary, വിശ്വാസികളുടെ സ്വഭാവം വളരെ മാതൃകാപരമായി തീരണമെങ്കിൽ, it is necessary for us to remind ourselves, to repeat to ourselves again and again our character and our holy calling that we have in Christ. അതുകൊണ്ട് വിശ്വാസികളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ആവർത്തിക്കുകയും ചെയ്യേണ്ടത്, നമ്മുടെ വിളി, നമ്മുടെ ആശ, നമ്മുടെ പ്രത്യാശ അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. That is one of the things that we achieve through assembly meetings. അതാണ് സഭാകൂടി വരകളിൽ നാം ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നേടുന്നത്. It is not that we don't know all these things. ഇതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടല്ല. I'm so sure that many of you have even studied the Song of Songs even more than I have done. ഞാൻ പഠിച്ചതിനേക്കാളൊക്കെ എത്രയോ വട്ടം ആവർത്തി ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉത്തമഗീതം പഠിച്ചിട്ടുണ്ടാകാം. Many of you must have preached many sermons based on this. ഈ ഉത്തമഗീതം അനേക പ്രസംഗങ്ങൾ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടാകാം. Oh, but it is needed for us to remind ourselves again and again what we already know, so that we can preserve the holy calling, the holy character that we are supposed to. എന്നാൽ നാം പഠിച്ചതും വായിച്ചതും ധ്യാനിച്ചതും എല്ലാം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടേണ്ടത്, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ വിളി അത് കാക്കേണ്ടത് അനിവാര്യതയാണ്. We saw that she is still loved. താൻ അന്ന് സ്നേഹിച്ചതുപോലെ ഇന്നും സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളത് മണവാട്ടിയോട് മണവാളൻ പറയുകയാണ്. Number 2, we saw that she has overcome him with her beauty. പിന്നീട് തന്റെ ആ സൗന്ദര്യം മുഖാന്തരം മണവാളനെ താൻ സ്വാധീനിച്ചിരിക്കുന്നു. Thirdly, we see that she is his preeminent one. മൂന്നാമതായി മണവാട്ടിയാണ് മണവാളനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകം. Let's read verse 8 and 9. 8-9 വാക്യം. There are 80 queens and 80 concubines and virgins without number. My dove, my undefiled, is but one. She is the only one of her mother. She is the choice one of her that bare. The daughters saw her and blessed her. Yeah, the queens and the concubines, and they praised her. 8-9 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യ കന്യകമാരും ഉണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കമായുള്ളവേ, ഒരുത്തി മാത്രം, അവൾ എന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും, രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. My dove, my undefiled, is but one. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കമായവളോ ഒരുത്തി മാത്രം. He is surrounded by all these sorts of people. There are so many ladies in the court. There are so many women. There are so many queens and concubines and virgins without number. രാജസന്നിധിയിൽ രാജ്ഞികളുമുണ്ട്, ഉത്പാട്ടികളുമുണ്ട്, അനേകവിധ ആളുകൾ, അനേകവിധമായ സ്ത്രീ സമൂഹം തനിക്ക് മുമ്പാകെ ഉണ്ട്. But in the midst of all these people, there is only one person who captures his attention. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമേ തന്നെ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നുള്ളൂ. There is only one person that catches his eyes. അവന്റെ കണ്ണുകൾ നോക്കുന്ന, തേടുന്ന ഒരൊറ്റ മുഖമേ ഉള്ളൂ. That one person is my dove, my undefiled. That one person. ആ ഒരു വ്യക്തി ആരാണെന്ന് പറയുകയാണ്, എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയും ആയുള്ളവളോ ഒരുത്തി മാത്രം. We can notice 3 things from this small passage. 3 കാര്യങ്ങൾ ഈ 2 വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നു. We see her smallness when compared to others.
മറ്റുള്ളവരോടുള്ള സംബന്ധിച്ച് മണവാട്ടിയുടെ വലിപ്പക്കുറവ്. Shulamite is one, the others are many. കാരണം ശൂലേംകാരത്തി ഒരാളെ ഒരു മണവാട്ടി അവിടെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഒരുപാട് പേരുണ്ട്. There are 70 queens, 80 concubines, and virgins without number. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യ കന്യകമാരുമുണ്ട്. But on the other hand, his bride, his dove, his undefiled is just one. എന്നാൽ മറുവശത്ത് അവന്റെ പ്രാവും അവന്റെ നിഷ്കളങ്കയുമായി ഒരൊറ്റ വ്യക്തി മാത്രം നിലകൊള്ളുന്നു. So true that is concerning the bride of Christ today. ക്രിസ്തുവിന്റെ മണവാട്ടിയെ സംബന്ധിച്ചും ഇത് വളരെ സത്യമായ ഒരു. Throughout the period of history, there have been so many who call his name. കാലഘട്ടങ്ങളിൽ ചരിത്രങ്ങളിലൂടെ എത്രയോ ആളുകൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ട്. There are so many who claim to be Christians. അനേകർ ക്രിസ്ത്യാനികൾ എന്ന നാമം എടുത്ത കർത്താവിന്റെ അനുഗാമികളാണ്, ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. There are so many who claim to have relationship with divinity. അനേക ആളുകൾ ദൈവത്വവുമായുള്ള ബന്ധമുണ്ടെന്ന് അവർ പ്രസ്താവിച്ചിട്ടുണ്ട്. There are so many religious professors, there are so many religions in this world. അനേകവിധമായ മതങ്ങളും മത നേതാക്കന്മാരും ഒക്കെ ഈ ലോകത്തിലുണ്ട്. But among all this mass of people, the Lord Jesus eyes for only one. ഈ ഒരു വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കണ്ണുകൾ ഒരൊറ്റ വ്യക്തി അല്ലെങ്കിൽ ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. Lord Jesus said, little flock, it has been the pleasure of the Father to give you the kingdom. Little flock. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ചെറിയ കൂട്ടമേ, സ്വർഗരാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. What a lovely word that is, that in spite of all this mass of people, his sight, his gaze falls on his bride alone. ഈ ഒരു വലിയ പുരുഷാരത്തിന് മധ്യത്തിൽ, ആളുകളുടെ ഒരു വലിയ സാഗരത്തിന്റെ മധ്യത്തിൽ കർത്താവ് പറയുന്നു, ചെറിയ കൂട്ടത്തിന് സ്വർഗരാജ്യത്തിന്റെ അവകാശിയാകുവാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നു. 1 John 5 and verse 19, Apostle John says, we are of God, but the whole world lieth in wickedness. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ദൈവത്തിലുള്ളവരെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. Matthew 7 and verse 14, straight is the gate and narrow is the way which leads to eternal life, but there are few that find it. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. Oh, the world does not know us because they knew him not. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം ലോകം കർത്താവിനെ അറിഞ്ഞില്ല. Even during this COVID time, there have been a lot of religious people who went to the government for liberty, but they don't know us. ഈ കോവിഡിന്റെ സമയത്ത് പോലും മതപരമായ കാര്യങ്ങൾ കൂടിവരവുകളൊക്കെ കൂടുവാൻ വേണ്ടി ആളുകൾ സർക്കാരിന്റെ അടുത്ത് ചെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ നമ്മെ ആരും അറിയുന്നില്ല. Nobody knows who this little flock is. ഈ ചെറിയ കൂട്ടങ്ങളെ ആരും തിരിച്ചറിയാതെ പോകുന്നു. But in the midst of all these people, the gaze of our beloved falls on his church alone and no one else. ഈ ഒരു വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിൽ മണവാളന്റെ കണ്ണുകൾ തന്റെ മണവാട്ടിയുടെ മുകളിലല്ലാതെ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എത്രയോ വലിയ സത്യമാണ്. The world may notice so many other big religions that make noise, but he notices only his church. വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന വലിയ മതങ്ങളെയൊക്കെ ലോകം തിരിച്ചറിയുന്നു, എന്നാൽ ചെറിയ കൂട്ടങ്ങളെ അവൻ കാണുന്നു. What a lovely thing, what a lovely feeling that is, to know that the only thing that Christ is occupied today is his bride, his church. എത്രയോ ധന്യകരമായ ഒരു സത്യമാണ്. ക്രിസ്തു കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്റെ മണവാട്ടിയിലും തന്റെ സഭയിലുമാണ് എന്നുള്ളത്. So we observe her smallness when compared to others. അതുകൊണ്ട് ശൂലേംകാരത്തിയുടെ ആ വലിപ്പക്കുറവ്, മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആ വലിപ്പക്കുറവ് നമ്മോട് കാണുന്നു. Next, we observe that her love towards him is undivided. പിന്നീട് നാം കാണുന്നത് മണവാട്ടിക്ക് മണവാളനോടുള്ള സ്നേഹവും
ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. അത് തനിക്ക് വേണ്ടി മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്നേഹമാണ്. My dove, my undefiled. മണവാളൻ പറയുകയാണ്, എന്റെ പ്രാവേ. So the bride, he is calling the bride my dove. മണവാളൻ മണവാട്ടിയെ വിളിക്കുകയാണ് എന്റെ പ്രാവേ. You see, the love of the Shulamite toward her beloved is like the love of a dove, and we saw what the dove represents in the previous passage. അവിടെ മണവാളൻ മണവാട്ടിയെ പ്രാവേ എന്ന് വിളിക്കുന്നതിന്റെ കാരണം മണവാട്ടിക്ക് മണവാളനോടുള്ള സ്നേഹം ഒരു പ്രാവിന്റെ സ്വഭാവത്തിന് തുല്യമാണ്. Undivided, that is how we saw a dove behaves towards its mate. Singular attention. നമുക്കറിയാം, പ്രാവ് തന്റെ ഇണയോട് കാണിക്കുന്ന സ്നേഹം വേറെ ആരോടും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മണവാട്ടി മണവാളനെ കേന്ദ്രീകരിച്ചല്ലാതെ വേറെ ആരും തന്റെ ശ്രദ്ധയിലോ തന്റെ സ്വാധീനത്തിലോ ഇല്ല. The spouse of the heavenly beloved says like this, whom have I in heaven but thee, and there is nothing on earth that I desire beside thee. ഭൂമിയിലുള്ള ദൈവത്തിന്റെ മണവാട്ടിയോ സ്വർഗത്തിലുള്ള ദൈവത്തെ അല്ലാതെ ഞങ്ങൾ വേറെ ആരെ ആഗ്രഹിക്കുന്നു? നീ അല്ലാതെ വേറെ ആര് ഞങ്ങൾക്കുണ്ട്? Apostle Paul said, all things that were gained to me I counted all loss for the excellency of Christ. കർത്താവ് ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തെ ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഉള്ളതെല്ലാം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു. Are we having that dove-like character when it comes to our relationship with our beloved? ആ പ്രാവ് കാണിക്കുന്ന സ്വഭാവ വിശേഷതയാണോ നമ്മുടെ മണവാളനോട് നാം കാണിക്കുന്നത്? The hymn writer so beautifully puts it like this: forbid it, Lord, that I should boast, save in the cross of Christ my King. All the vain things that charm me most, I sacrifice them to his feet. പാട്ടുകാരൻ പറയുന്നത് പോലെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് പോയി കളയട്ടെ, ഞാനതെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ത്യാഗം ചെയ്യുന്നു. കാരണം ക്രിസ്തുവിന്റെ സ്നേഹമാണ് എനിക്ക് ഏറ്റവും വിലമതിക്കുന്നത്. Oh, the dove is undividedly devoted to her mate and to nobody else. പ്രാവ് തന്റെ ഇണയോടല്ലാതെ വേറെ ആർക്കും ആ സ്നേഹവും ആ സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ല. And our beloved calls us his dove is undefiled. മണവാളൻ തന്റെ മണവാട്ടിയെ പ്രാവേ നിഷ്കളങ്കേ എന്ന് വിളിക്കുന്നു. We observe her smallness when compared to others. മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ തന്റെ വലിപ്പക്കുറവ് നാം കാണുന്നു. We observe that her love towards him is undivided. മണവാട്ടിക്ക് മണവാളനുള്ള സ്നേഹം വേറെ ആരിലും കേന്ദ്രീകരിച്ചിരിക്കുന്നില്ല. And then we observe from that verse itself that she is the most unique in his sight. മൂന്നാമതായി മണവാളന്റെ കണ്ണുകളിൽ മണവാട്ടിയാണ് അവിടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം. We already touched upon this. അത് നാം നേരത്തെ ധ്യാനിച്ചതാണ്. The little flock of Christ is most beloved to him than all the other families of this world put together. ഈ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളെക്കാൾ തന്റെ ചെറിയ കൂട്ടത്തിനല്ലാതെ അവന്റെ ശ്രദ്ധ അവന്റെ ആ സ്നേഹം വരെ ആർക്കും പോകുന്നില്ല. In the end of one of the epistles we read like this: salute the saints. I think it's in Romans chapter 16. Salute the saints in Caesar's household. ഏതോ ഒരു ലേഖനത്തിൽ പ്രത്യേകിച്ചുള്ള റോമാലേഖനമാണെന്ന് ഞാൻ കരുതുന്നു. സീസറിന്റെ ഭവനത്തിലുള്ള വിശ്വാസികളെ പ്രത്യേകം അഭിനന്ദിക്കുക അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യുന്നു, ഗ്രീറ്റ് ചെയ്യുന്നു. Caesar's household is the household of royalty. സീസറിന്റെ ഭവനം എന്ന് പറയുന്നത് അത് രാജ്യത്വം കാണിക്കുന്ന ഒരു ഭവനമാണ്. But the salutations of the man of God does not go for Caesar or his royal household. It goes to the saints who are in Caesar's household. എന്നാൽ സീസറിന്റെ ഭവനത്തിലോ സീസറിനോ അല്ല എഴുത്തുകാരന്റെ വന്ദനം ചെല്ലുന്നത് സീസറിന്റെ ഭവനത്തിൽ കൂടി വരുന്ന വിശ്വാസികൾക്കാണ്. They are the true royalty in the presence of God. They are the ones whom the Spirit of God has immortalized by putting them on the pages of Scripture. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവരാണ് ശരിയായ രാജ്യത്വമുള്ളവർ, അവരാണ് രാജാക്കന്മാർ, അവർക്കാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥാനം. They are the kings and priests unto God. അവരാണ് ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും. And being brought into this unique position in his sight was not by our effort,
but was by His grace alone. ഇത്ര മഹത്വകരമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം മനുഷ്യനെ ഉയർത്തുന്നത് നമ്മുടെ ഗുണം കൊണ്ടല്ല, എന്നാൽ അവന്റെ കൃപ കൊണ്ട് മാത്രം. Consider your calling, brethren. Not many of you were wise men after the flesh. Not many were mighty. Not many were noble. But God has chosen the poor things, the weak things of this world. That is what God has chosen to be the most precious, to be the one in His sight. നിങ്ങളുടെ വിളിയെ ഓർത്തുകൊള്ളുക. നിങ്ങളിൽ ജ്ഞാനികളില്ല, നിങ്ങളിൽ പ്രഗത്ഭന്മാരില്ല, നിങ്ങളിൽ ബുദ്ധിമാന്മാരില്ല. മൂഢമായത് ബുദ്ധിയില്ലാത്തതിനെയാണ് ദൈവസന്നിധിയിൽ തെരഞ്ഞെടുത്തത്. Oh yes, He has chosen us in Christ before the foundation of the world. And what a wonderful choice that was. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവന്റെ പുത്രനായ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു എന്നുള്ളത് എത്രയോ വലിയ ധന്യമായ തെരഞ്ഞെടുപ്പാണ്. To lift us to the position of excellence, wherein He can ignore all the others and He can be only gazing on His bride alone. മറ്റുള്ളവരെ എല്ലാം തഴഞ്ഞു മാറ്റി തന്റെ മണവാട്ടിയെ എത്ര അത്യുത്തമമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ ദൈവം കാണിച്ച കൃപ എത്രയോ വലുതാണ്. How humbling it is to know that when we go to heaven, നാം സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ Abraham will be there, അബ്രഹാം അവിടെ ഉണ്ടാകും, Jacob will be there, യാക്കോബ് അവിടെ ഉണ്ടാകും, Isaac will be there, ഇസ്ഹാക്ക് കാണും, Isaiah will be there, യശയ്യാ പ്രവാചകൻ കാണും, Jeremiah will be there, യെരമ്യാ പ്രവാചകൻ കാണും, the great Daniel will be there, മഹാനായ ദാനിയേലിനെ കാണും, Job will be there, യോബ് കാണും, or up till John the Baptist will be there. യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ദൈവത്തിൽ വിശ്വസിച്ച ആളുകളെല്ലാം അവിടെ കാണും. But the eyes of the beloved fall on only one, that is His bride. എന്നാൽ മണവാളന്റെ കണ്ണുകൾ തന്റെ മണവാട്ടിയിൽ കേന്ദ്രീകരിച്ചിരിക്കും. She is His bride whom He had purchased with His blood. ആ മണവാട്ടിയാണ് തന്റെ രക്തം കൊണ്ട് താൻ വിലയ്ക്ക് വാങ്ങിയത്. Revelation chapter 5, we see the big worship scene in heaven. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗ്ഗത്തിൽ നടക്കുന്ന വലിയ ആരാധനയുടെ ചിത്രം നാം അവിടെ കാണുന്നുണ്ട്. We see 3 concentric circles, so to say. 3 സർക്കിളുകൾ നാം അവിടെ കാണുന്നുണ്ട്. At the outermost circle, we see every creature in heaven and earth and in the sea is giving praises and worship to the Lamb. ആദ്യത്തെ ആ സർക്കിളിൽ ആ സിംഹാസനത്തോട് അടുക്കുന്ന ആദ്യം കാണുന്ന സർക്കിൾ, അകത്തല്ല Outermost. ഏറ്റവും പുറത്തുള്ള ആ ചതുരത്തിൽ ചതുരല്ലേ, ചതുരമാണോ, സർക്കിൾ, ആ സർക്കിളിൽ സ്വർഗത്തിൽ ആ സിംഹാസനത്തിന് അവിടെ നിൽക്കുന്ന മൃഗങ്ങളും അവിടെയുള്ള ജീവികളും ഒക്കെയാണ് അവിടെ ആരാധനയിൽ ആദ്യം കാണുന്നത്. പ്രകൃതിയാണ് നാം അവിടെ കാണുന്നത്. Then you come a little bit closer, you see the angels, 10,000 times 10,000 and thousands upon thousands. Angels are there singing praises to the Lamb. അതിനുശേഷം കുറച്ചുകൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ അടുത്ത ആ സർക്കിളിൽ കാണുന്നത് 1000 ഗുണം 1000, 10,000 ഗുണം 10,000 ഗുണമുള്ള വലിയൊരു ദൂതസംഘം അവിടെ ആരാധിക്കുന്നതായി കാണുവാൻ കഴിയും. When you come into the innermost circle, just around the throne, who are the ones who are there? It is the 24 elders, the representatives of the church of God. എന്നാൽ ആ സർക്കിൾ കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ സിംഹാസനത്ത് വളരെ തൊട്ട് നിൽക്കുന്ന ആ സർക്കിളിൽ സഭയെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാർ അവിടെ വീണാരാധിക്കുന്നു. They are the most precious in His sight. അവന്റെ കണ്ണിൽ ഏറ്റവും വിലമതിക്കുന്നത് ആ മൂപ്പന്മാരെയാണ്. My dove, my undefiled, is but one. She is the only one of her mother. She is the choice of her that bare her. In every way, she is the unique to her beloved. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കമായുള്ളോ ഒരുത്തി മാത്രം. അവൾ തന്റെ അമ്മയ്ക്ക് ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയുമാകുന്നു. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും. രാജ്ഞികളിലും വെപ്പാട്ടുകളും കൂടെ അവളെ പുകഴ്ത്തും. Yes, the daughters saw her and blessed her. Yeah, the queens and the concubines, they praised her. And then that is the connection to verse 10, which says, who is this that looks forth as the morning, fair as the noon, clear as the sun, and terrible as an army with banners? ആ രാജ്ഞികളൊക്കെ വാഴ്ത്തിപ്പാടുന്ന പാട്ടാണ്, അല്ലെങ്കിൽ പ്രസ്താവനയാണ് 10-ാം വാക്യം. അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെയും ഭയങ്കരത്വമുള്ള ഇവളാർ. Who is this who is so special?
ഇത്ര സ്പെഷ്യലായി ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ വ്യക്തിത്വം ആരാണ്? These are the words of the bridegroom, or are these the words of the people who are just mentioned before, the daughters of Jerusalem, the queens and the concubines? We are not very sure. ഇത് മണവാളന്റെ പ്രസ്താവനയാണോ അത് അവിടെ പറഞ്ഞിരിക്കുന്ന കന്യകമാരുടെയും രാജ്ഞികളുടെയും പ്രസ്താവനയാണോ എന്ന് നമുക്ക് അവിടെ വ്യക്തമല്ല. However, we see that they are words of inquiry, or rather they are not words of inquiry, they are words of admiration. അവിടെ ആര് പറഞ്ഞു എന്നുള്ളതല്ല, അവിടെ ആ വാക്കുകൾ മണവാട്ടിയെ കീർത്തിക്കുന്ന വാക്കുകളാണ്. They are admiring the beauty of this one person or the uniqueness of this person, and they are asking the question, who is this? അവിടെ ആ മണവാട്ടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയൊക്കെ നോക്കി അവർ കീർത്തിക്കുകയാണ്, ആരാണിവൾ? I have actually written wrong stuff on the PowerPoint. I have not updated because it's the same as the previous one. So I'll just tell the points. Next week, in God willing, I will update the PowerPoint. So we see 4 metaphors that are used in relation to the bride. മണവാട്ടിയെ സംബന്ധിച്ച് 4 ആലങ്കാരിക ഭാഷകൾ അല്ലെങ്കിൽ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. Who is this that looks down as the morning, അരുണോദയം പോലെ ശോഭയും, fair as the moon, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, clear as the sun, സൂര്യനെ പോലെ നിർമ്മലതയും, terrible as an army with banners. കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരവും ഉള്ളോരിവളാർ. And I will close with these 4 metaphors. 4 ആലങ്കാരിക പദങ്ങൾ ഒന്ന് വിവരിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. And it is so true, or rather it is so necessary for us to realize if we live up to this standard. ഈ 4 ആലങ്കാരിക പദങ്ങൾ കാണിക്കുന്ന അർത്ഥം ആ നിലവാരത്തിലേക്ക് ജീവിക്കുക നമുക്ക് കഴിഞ്ഞെങ്കിൽ ധന്യമായിരുന്നു. Who is this that looks down like the dawn? അരുണോദയം പോലെ ശോഭയുള്ള ഇവളാർ. What does the rise of the dawn mean after a very dark night? കൂരിരുട്ട് നിറഞ്ഞ ഒരു രാത്രിക്ക് ശേഷം അരുണോദയം കടന്നു വരുമ്പോൾ അതിന്റെ ആ ഭംഗി, അതിന്റെ ആ മൂല്യം എന്താണ്? The first rays of light against the blackness of the sky. As the light comes, the darkness seems to be running away. ആ കൂരിട്ട് നിറഞ്ഞ രാത്രിയുടെ ആ അന്ധകാരത്തിലേക്ക് ഈ അരുണോദയം കടന്നു വരുമ്പോൾ അന്ധകാരം ഓടിപ്പോകുന്ന പോലെ വെളിച്ചം വന്ന് കവരുകയാണ്. The birds start singing and all the sky is filled with birds. അവിടെ ആ പക്ഷികൾ വന്ന് പാടുന്നു, സ്വർഗം അവിടെ ആകാശത്തിലെ പക്ഷികൾ നിറഞ്ഞു നിൽക്കുന്നു. Where you didn't see any beauty before, you suddenly start seeing with your eyes as the light comes, the trees and the flowers and all the things that അന്ധകാരം നിറഞ്ഞൊരു രാത്രിയിൽ ഒന്നും കാണുവാൻ കഴിയാത്തൊരു രാത്രി, സൗന്ദര്യം വിവരിക്കുവാൻ കഴിയാത്തൊരു രാത്രി കഴിയുമ്പോൾ അരുണോദയം കടന്നു വരുമ്പോൾ, ആദ്യത്തെ രശ്മികൾ കടന്ന് വെളിച്ചത്തിന്റെ രശ്മികൾ ആ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്ന സൗന്ദര്യമൊക്കെ എത്രയോ മനോഹരമാണ്. That is a picture of his bride. അതാണ് മണവാട്ടിക്ക് താൻ നൽകുന്ന വിവരണം. The one that looks down or looks forth as the dawn. ഓ അരുണോദയം പോലെ ശോഭയുള്ള ഇവൾ. The whole world lies in darkness. സകല ഭൂമിയും അന്ധകാരത്തിൽ കഴിയുന്നു. And the church of this earth is a visible reminder that it is dawn and a great day is coming. എന്നാൽ ഈ അന്ധകാരത്തിന്റെ മധ്യത്തിൽ വെളിച്ചം വീശുന്ന സഭ ഈ ഭൂമിക്ക് വരാൻ പോകുന്ന ഒരു വലിയ പകലിന്റെ സൂചനയും തെളിവുമാണ്. After the Lord ascended to heaven, or rather before the resurrection and even during those days when the Lord Jesus, before the Lord Jesus ascended to heaven, the disciples were fearful and sad. കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർ വളരെ ദുഃഖത്തിലും ഭയത്തിലുമായിരുന്നു. Many times we find them sometimes going off fishing, sometimes they are closed up in a room. ചിലപ്പോൾ മീൻ പിടിക്കുവാൻ പോകുന്നു, ചിലപ്പോൾ ഒരു മുറിയിൽ അടച്ചുപൂട്ടി ഭയപരവശരായി നിൽക്കുന്നു. But after the Lord ascended to heaven, we read that these
these same people became so transformed people. എന്നാൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് കണ്ടതിന് ശേഷം ഇതേ ആളുകൾ വളരെ വ്യത്യാസം വരുത്തിയ ആളുകളായി കാണുവാൻ. Their faces no longer now filled with sadness or shame. We see that from Mount Olives they returned to Jerusalem with great joy. ദുഃഖവും ഭയവും അവരുടെ മുഖത്തിലില്ല. യെരൂശലേമിലേക്ക് ഒരു മഹാസന്തോഷത്തിലൂടെ മടങ്ങി വരുന്നു. Then came the day of Pentecost. അതിനുശേഷം പെന്തക്കോസ്ത് ദിവസം കടന്നു വരുന്നു. The age of grace had dawned upon this dark world. കൃപയുടെ യുഗം ഈ അന്ധകാരം നിറഞ്ഞ ഭൂമിയിലേക്ക് ദൈവം പ്രകാശിപ്പിക്കുന്നു. Hope for every sinner had once again budded. സകല പാപികൾക്കും വരുന്ന ഒരു വലിയ പ്രത്യാശ ക്രിസ്തു മുഖാന്തരം ദൈവം ഭൂമിയിലേക്ക് നൽകുന്നു. When this new church was formed, that was the beginning of a great day to come, the day of grace. വരുവാനുള്ള വലിയ കൃപയുടെ ദിവസങ്ങൾക്ക് ആരംഭം കുറിക്കുകയായിരുന്നു പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്റെ സഭയെ സ്ഥാപിക്കുമ്പോൾ. Something like this we see literally in the face of Stephen. His face shone like the face of an angel. അക്ഷരാർത്ഥത്തിൽ സ്തെഫാനോസിന്റെ മുഖം ദൂതന്റെ മുഖത്തിന് തുല്യമായി കാണുന്ന ഒരു പ്രസ്താവന നാം കാണുന്നു. God in the person of the Holy Spirit has come down to live permanently in this world. ദൈവം പരിശുദ്ധാത്മാവാം ദൈവം മനുഷ്യരുടെ ജീവിക്കുവാനായി ഈ ഭൂമിയിലേക്ക് സ്ഥിരമായി ഇറങ്ങി വന്നു. The souls of people who are trapped in darkness and blackness forever, slowly, one by one, coming into the light. അന്ധകാരത്തിലും കൂരിരുട്ടിലും ദൈവത്തിന്റെ എന്നേക്കുമുള്ള ശിക്ഷാവധിയിലും അടച്ചു കിടക്കുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെട്ട മനുഷ്യന്റെ പ്രാണനിലേക്ക് ദൈവം ജീവനെ ഊതുവാൻ തുടങ്ങുന്നു. That was what happened when the bride of Christ was looking. Everybody said, "Who is this looking forth like the dawn?" അതാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയെ നോക്കി പറയുന്നത്, അരുണോദയം പോലെ ശോഭയുള്ള ഇവളാ. And the presence of the church in this world is a reminder of the great day that is to come. ഈ ഭൂമിയിൽ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് സഭയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വരുവാനുള്ള വലിയൊരു പകലിന്റെ സൂചനയാണ്. All the creation is waiting on tiptoe. That's what we read in Romans chapter 8. The whole creation is waiting on tiptoe for the Son of God to be revealed. സകല സൃഷ്ടിയും ഞെരുങ്ങിക്കൊണ്ട് മണവാളൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയിലേക്ക് വരുന്നത് കാത്തു നിൽക്കുന്നു. Not only is it like the dawn, അരുണോദയം പോലെ ശോഭയുള്ളവൾ എന്ന് മാത്രമല്ല, we see that it is fair as the moon. അവൾ ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവളാണ്. The moon shines with borrowed light or reflected light. ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുന്ന വെളിച്ചത്തിലാണ് ചന്ദ്രനെ കാണുവാൻ കഴിയുന്നത്. The moon does not have any light of its own. ചന്ദ്രനിൽ നിന്ന് വെളിച്ചമൊന്നും പുറപ്പെടുന്നില്ല നമുക്കറിയാം. It reflects the light of the sun. അതുകൊണ്ട് സൂര്യന്റെ വെളിച്ചമാണ് ചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്നത്. But even with the borrowed light, what a beauty it is in the night sky. എന്നാൽ ആ സൂര്യന്റെ വെളിച്ചത്തിൽ പോലും ചന്ദ്രനെ നാം കാണുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എത്ര മനോഹരമാണ് ചന്ദ്രൻ. Against the blackness of that sky, one big fair moon, a pale white moon. ആകാശത്തിന്റെ അന്ധകാരത്തിലേക്ക് രാത്രിയിൽ നോക്കുമ്പോൾ അവിടെ മുഴുവൻ വെളുത്തു നിൽക്കുന്ന ഒരു ചന്ദ്രന്റെ മുഖം കാണാം. When you look at this from Agra, we rarely have rain clouds in Agra. ആഗ്രയിൽ കാർമേഘമില്ല. And during summers, I remember in my childhood days, during summers, we didn't have 24 hours electricity, so we used to go to the terrace and sleep under the open sky. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു വളർന്ന സമയത്തൊക്കെ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിലായിരുന്നു. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ടെറസിൽ പോയി കിടന്നാണ് ഞങ്ങൾ വിശ്രമിക്കുന്നത്. Electricity was there, only it was not there in Agra. ഇലക്ട്രിസിറ്റി ആഗ്രയിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. കറണ്ട് കിട്ടും. Yes. Yeah, that is a terrible type of current cutting out. But whatever it is such a beauty to behold on a cloudless sky, the beauty of the moon and all the stars. മേഘങ്ങളില്ലാത്ത ഒരു ആകാശത്തിൽ, അന്ധകാരം നിറഞ്ഞ ഒരു ആകാശത്തിൽ ചന്ദ്രൻ മുഴുവനും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് ഭയങ്കര കാണാൻ തന്നെ വളരെ സൗന്ദര്യമുള്ളതാണ്. The beauty and the grandeur of അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭയാനകതയും. Even in the darkest of nights, it gives light reflected from the sun. വളരെ കൂരിട്ട് നിറഞ്ഞ രാത്രിയിലും ചന്ദ്രൻ സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നു. But even when in Kerala, when we look up
on a night filled with so many dark clouds, as the moon rises behind the clouds, you see silver lining against the clouds. എന്നാൽ ഈ കേരളത്തിൽ പോലും നാം ഈ കാർമേഘം കൊണ്ട് മൂടിയിരിക്കുന്ന ആകാശത്തിന് പുറകിൽ ചന്ദ്രനെ കാണുവാൻ തുടങ്ങുമ്പോൾ തന്നെ എത്രയോ സൗന്ദര്യമാണ്. And the silver lining, and we get that beautiful proverb, every cloud has a silver lining. വിളങ്ങുന്ന ആ വെളിച്ചം കാണുമ്പോൾ തന്നെ എത്രയോ സൗന്ദര്യമാണ്. അതിൽ നിന്നാണ് നമുക്ക് പല പ്രസ്താവനകളും കടന്നു വരുന്നത്. That is how the church of God is in this dark black world. ഈ അന്ധകാരം നിറഞ്ഞ കൂരിരുട്ടിലും ദൈവത്തിന്റെ സഭ അങ്ങനെ വിളങ്ങേണ്ടതാണ്. Even if the night is clear or even if it is cloudy, the church of God still shines the light of Christ. കാർമേഘം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ക്രിസ്തുവിന്റെ സഭ അവന്റെ വെളിച്ചം വീശേണ്ടത് ആവശ്യമാണ്. The character of the church is not just as the dawn, but it is fair as the moon. അരുണോദയം പോലെ ശോഭ മാത്രമല്ല, ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളത്. We began with the dawn and then the moon, and now we go to the sun. Thirdly, it is clear as the sun or pure as the sun. സൂര്യനെ പോലെ നിർമ്മലതയുള്ളവൾ. No impurity there at all. അവിടെ യാതൊരു കളങ്കവുമില്ല. The Lord Jesus himself is the Son of righteousness, and we have been clothed with his righteousness. He is the sun, and we shine together with him. ക്രിസ്തു താൻ തന്നെയാണ് നീതി സൂര്യനും, അവന്റെ ആ നീതിയിൽ നാമും വിളങ്ങുന്നു. We have been made partakers of his glory, and day to day he is changing us into that image. അവന്റെ മഹത്വത്തിൽ നാമും ഭാഗവാക്കാക്കി തീരുവാൻ ദൈവം നമുക്ക് അനുവാദം നൽകിയിരിക്കുന്നു. One day the righteous shall shine forth as sons in the kingdom of the Father. പിതാവിന്റെ രാജ്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലെ വിളങ്ങുന്ന ഒരു ദിവസം. Believers have to be as clear as the sun in their character, in their conscience, in their quality. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ സൂര്യനെ പോലെ നിർമ്മലനാകേണ്ടത് ആവശ്യമാണ്. As the dawn, fair as the moon, clear as the sun, and terrible as an army with banners. അരുണോദയം പോലെയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോടുകൂടിയ സൈന്യം പോലെ ഭയങ്കരവും. We saw that phrase already in verse 4 of the same chapter. അതേ അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നാം അതേ പദപ്രയോഗം കണ്ടതാണ്. So I'm not going to repeat the whole thing. ആ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. Again, it speaks of awesomeness, not something dreadful. അവിടെ വളരെ മനോഹരത്വം അല്ലെങ്കിൽ ആ സൗന്ദര്യം കൊണ്ട് അതിന്റെ ഭയാനകത കണ്ട് അമ്പരം നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് അവിടെ കാണുന്നത്. But here it comparing to the other three qualities that have been there just before this, most probably it refers to the starry host of the heaven. മറ്റ് 4 അരുണോദയം ചന്ദ്രനും സൂര്യനും എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരമുള്ളവരെന്ന് ഈ പ്രസ്താവന ഒരു പക്ഷേ രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളെ ആയിരിക്കാം അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. We are not sure about that, but some interpreters they think so. അതിൽ ഉറപ്പില്ല, എന്നാൽ ചില വേദപണ്ഡിതന്മാർ അങ്ങനെ പ്രസ്താവിക്കുന്നു. The church is not only fair and clear and white as the moon, but it is also terrible as an army with banner. Everyone notices. കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരം, എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്വഭാവ വിശേഷത. Attractive yet terrible, burning yet unconsumed. അവിടെ സൗന്ദര്യം ആകർഷിക്കുന്നുവെങ്കിലും ഭയങ്കരമാണ്, അവിടെ ദഹിപ്പിക്കുന്നുവെങ്കിലും അവിടെ burning but not consumed. So that is the character of the bride of Christ. അതാണ് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ സ്വഭാവം. Who is this that looketh forth as the dawn, fair as the moon, clear as the sun, and terrible as an army with banners? അരുണോദയം പോലെ ശോഭയും ചന്ദ്രനെ പോലെ സൗന്ദര്യവും സൂര്യനെ പോലെ നിർമ്മലതയും കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളവർ ഇവളാർ. And that brings us to the end of the fourth idyll. ആ ഭാഗം കൊണ്ട് 4-ാമത്തെ ചെറിയ കാവ്യം അവസാനിച്ചിരിക്കുന്നു. I think we have 2 more idylls to go. 2 ഇടലുകൾ കൂടെ നമുക്ക് ധ്യാനിക്കുവാനും പഠിക്കുവാനും ഉണ്ട്. And we will be going, not repeating the things that we have already said, and so we'll be going much faster in the next 2 idylls. ഇനി കുറച്ച് ദിവസങ്ങൾ വളരെ വേഗമായി പറന്നു പോകുന്നത് പല കാര്യങ്ങളും ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. We have seen a lot of these things already in the previous sections, so we won't be repeating the whole thing all over again. 5-6 ഇടലുകളിൽ നാം നേരത്തെ കണ്ട ചില കാര്യങ്ങളുടെ ആവർത്തനമാണ്, അതുകൊണ്ട് അത് വിശദമായി നാം നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വേഗത്തിലുള്ള കാര്യങ്ങൾ തീർക്കുവാനാണ്. Let us continue to meditate on this Song of Songs and
in opposition to the vanity of vanities that we see in Ecclesiastes. Let this be the fulfillment that is provided by God. സഭാപ്രസംഗയുടെ പുസ്തകത്തിൽ സകലവും മായ എന്ന് പറയുന്നു. ആ അതിനോട് താരതമ്യം ചെയ്ത് ഈ ഉത്തമ ഗീതത്തിൽ ഇത്ര മനോഹരമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ വിശേഷതകൾ കാണുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God bless these words to our hearts this evening. ദൈവം ഈ ദൈവവചനം ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May His name be glorified. ദൈവനാമം മാത്രം